പരിധി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച നജീബ് ചോമ്പാലിന്റെ ഭ്രൂണസമരം എന്ന കഥാസമാഹാരം ശ്രീ ബാബു കുഴിമറ്റം പ്രകാശനം ചെയ്തു. യാഥാസ്ഥിതികരുടെ മണിമേടയിൽ മുഴങ്ങുന്ന ഒരു സാഹിത്യ ഭാഷയുണ്ട്. അതിനെ ചവിട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിലെ സംസാര ഭാഷയിലേക്ക് സാഹിത്യത്തെ പിടിച്ചിറക്കുവാൻ നജീബിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാന ഭാഷ, സംസാര ഭാഷയിലൂടെ അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ പറയുകയാണ്. തിരുവനന്തപുരം YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ബെറ്റിമോൾ മാത്യു പുസ്തകം ഏറ്റുവാങ്ങി. MGയുടെ പാതയിൽ നിന്നുമാണ്, അല്ലെങ്കിൽ രണ്ടാം ഊഴത്തിന്റെ പാതയിൽ നിന്നുമാണ് മുന്നോട്ട് വരുന്നത്. പഴയ കാലം, അതുപോലെ ചരിത്രം, പിന്നെ പുരാണത്തിലെയും മറ്റും കഥാപാത്രങ്ങളുടെ കടന്നു വരിക. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. എന്റെ വിയോജിപ്പ് ഞാൻ പരസ്യമായി തന്നെ പറയുകയാണ്. അതിന് കാരണമുണ്ട്, ആ കാരണവും പറയാം. അതായത് MGയുടെ തന്നെ രണ്ടാം ഊഴം എന്ന് പറയുന്നതിനെ എനിക്കത് MGയുടെ സ്വന്തം കണ്ടെത്തലായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇരാവതി കാർവെ എന്ന മഹാരാഷ്ട്രക്കാരിയായ സ്ത്രീയുടെ യുഗാന്തക് എന്ന പേരിൽ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ ആശയങ്ങളാണ് MG ശരിക്കും അതിമനോഹരമായി സാഹിത്യമാക്കി മാറ്റിയത്. ചടങ്ങിൽ എഴുത്തുകാരനും നോവലിസ്റ്റുമായ ഷാനവാസ് കോങ്ങനാട് അധ്യക്ഷത വഹിച്ചു. അടിവഴിഞ്ഞി അപ്പൻ ഒരു കള്ളന്റെ കഥയാണ്. ഈ കള്ളന്റെ കഥ പിന്നെ മലയാളത്തിൽ ഒരുപാട് കള്ളൻ കഥകൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. മലയാളത്തിലെ ആദ്യ കഥ തന്നെ ഒരു കള്ളന്റെ കഥയാണ്. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് MG നാരായണപിള്ള, പൊൻകുന്നം വർക്കി എന്ന് വേണ്ട ഭൗതിക കാലത്തില് പിന്നെ നമ്മുടെ SR ലാൽ വരെ ഈ കള്ളൻ കഥകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ കള്ളൻ കഥകൾക്കിടയിൽ ഈ കഥ വളരെ വ്യത്യസ്തമാണ്. കഥാകൃത്തും നിരൂപകനുമായ ഡോക്ടർ M രാജീവ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഇവര് സൃഷ്ടിച്ച ഒരു വന്യമായ ഒരു ലോകമുണ്ട്. വന്യമായ ലോകം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നോവൽ കഥാപാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട് വിഘടിച്ച് ജർമ്മൻ തത്വശാസ്ത്രങ്ങളെയും വൈദേശികമായ ആശയ സംഹിതകളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് അത് മലയാള മണ്ണിലേക്ക് കുത്തിനിറയ്ക്കുന്ന വിധത്തിൽ ഒരു താത്വിക പ്രപഞ്ചം അവരുണ്ടാക്കി. മലയാള കഥയിൽ നിന്ന് മാറിപ്പോകാൻ, മലയാള നോവലിൽ നിന്ന് വായനക്കാർ മാറാൻ ഇടയാക്കിയ ഒരു കാര്യം അത് തന്നെയാണ്. അച്യുതം രാജീവൻ പുസ്തക പരിചയം നടത്തി. VS അജിത്, സതീഷ് കിടാരക്കുഴി, ഉണ്ണികൃഷ്ണൻ കുണ്ടേത്ത് എന്നിവർ സംസാരിച്ചു. കഥാകൃത്ത് നജീബ് ചോമ്പാൽ നന്ദി പ്രകാശിപ്പിച്ചു.